കിട്ടിയോ? കിട്ടി. കിട്ടിയോ? പീപ്പിൾ ഇൻ കുവൈറ്റ്. ആ അടി ഓക്കെ. കാവേരിയാറും കൈകുത്തരസിയും മറന്നു പോവാ. മുടിയെല്ലാം പോയല്ലേ? ഞാൻ തിരിച്ചു വെച്ചോ. ഇവർ സിബു സുഖം തന്നെ, മലയാളിയല്ലോ. എന്താ മുറയ്ക്കുന്നു? ഓ നല്ല ഉണ്ടല്ലേ. അയ്യോ ശരിക്കും കുറച്ച് സിരിച്ച് വന്ന ജീനാക്കാന ഡോ ഇത് വെക്കണോ? വേണ്ട. ഇവര് കുമാര് HVAC ടെക്നീഷ്യൻ, കാസ്മ കമ്പനി. ஒரு சின்ன ஒரு ப்ரொஃபைல் கொடுங்க. நானும் குமார். സ്ഥലം എവിടെ പറയണ കേട്ടോ? പറ, നിങ്ങളെ പറ്റി പറ കുറച്ച്. സ്ഥലം പറവൂർ ഇരിക്കുന്നത്, ആലപ്പുഴ ജില്ലയില് പറവൂർ ഗ്രാമം, കേരളത്തില്. നീന് കേട്ടോ? ഓ തന്നോടാ ഷിബു. ഇത് ഷിബു. ഇങ്ങനെ ഷിബുനെ പിടി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഷിബു ഫയർ ടെക്നീഷ്യനായിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാ പണിയും ചെയ്യുന്നു. ടോണി വിളിച്ചാൽ തോട്ടിപ്പണി വരെ ചെയ്യാൻ സന്നദ്ധനാണ് ഇപ്പോൾ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിൽ പലചരക്കട നടത്തി, തെണ്ടി കുത്തോളെടുത്ത് ആദ്യം ദുബായിക്ക് പോയി, പിന്നെ മസ്കറ്റ്, ഒമാൻ, അബുദാബി വഴി കറങ്ങി അവസാനം കുവൈറ്റിലെത്തിയിരിക്കുകയാണ്. എല്ലാ ഗൾഫ് കൺട്രിയിലും ഒരേ ജോലി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ട് പല ജോലിയിൽ ഏർപ്പെട്ട ഷിബുവിനെ കുറിച്ച് പറയാൻ ഇനി എനിക്കധികം വാക്കുകളില്ല. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഇദ്ദേഹത്തിന് ശല്യം കാരണം നാട്ടിലെ ചെറുമട്ടം പെമ്പിളാരെല്ലാം നേരത്തെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിച്ചിട്ടില്ല. ഇനിയും കല്യാണം കഴിച്ചിട്ടില്ലാത്ത പതിവ്രതനാണ് ഷിബു. പതിവ്രതൻ എന്ന് പറയാൻ പറ്റില്ല, പാതിവ്രതനാണ്. ആദ്യമായിട്ട് പാതിവ്രതം നഷ്ടപ്പെട്ടത് ഡൽഹിയിൽ വെച്ചാണെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പറയുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണെന്ന്. അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരികൾ എന്ന് പറയുന്നത് ഫിലിപ്പീനി പെണ്ണുങ്ങളാണ്, ദുബൈയിലും കുവൈറ്റിലും. ഇനി എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നാട്ടിലെ കൂട്ടുകാരുടെ ഭാര്യമാർക്ക് ഇയാളെ കാണുന്നത് ചതുർത്ഥിയാണ്. രാവിലെ ഒരു കുത്ത് ചീട്ടും ഒരു കുപ്പി കള്ളും രണ്ട് കെട്ട് വീഡിയോ കൊണ്ട് ഇറങ്ങുന്ന ഷിബു രാത്രിക്ക് വീട്ടിൽ വന്ന് പിന്നെ കിട്ടുന്ന സമ്പാദ്യം നാട്ടിലേക്ക് അയക്കരുന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അവരോട് 5 പൈസ ചോദിക്കുകയും ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 38 വയസ്സ്, സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി. ഇത് ഒറ്റ കുറവേ ഉള്ളൂ അദ്ദേഹത്തിന് ജീവിതത്തിൽ പറ്റിയ ഏക കുഴപ്പമെന്ന് പറയുന്നത് തലയിൽ മൊത്തം വെള്ളം കയറിയതാണ്. എത്ര ഉണ്ട്?